നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണും ടാബും ഒക്കെ സമ്മാനമായി നൽകി വ്യത്യസ്തമായ തട്ടിപ്പുമായി എത്തുകയാണ് ഇപ്പോൾ സൈബർ കുറ്റവാളികൾ. പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും CBI ആണെന്നുമുള്ള വ്യാജേനയൊക്കെ നിരവധി തട്ടിപ്പുകളാണ് സൈബർ ലോകത്തുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിന് ശേഷം പുതിയ സൈബർ തട്ടിപ്പുമായി സൈബർ ലോകത്തെ ക്രിമിനൽസ് രംഗത്തെത്തിയിരിക്കുന്നത്. ബാങ്ക് അധികൃതരെന്ന വ്യാജേന ഉപയോക്താക്കളെ സമീപിച്ച് സൗജന്യ മൊബൈൽ ഫോൺ നൽകി പണം തട്ടുന്നതാണ് പുതിയ മോഡൽ. മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് സൗജന്യമായി നൽകി ബാങ്ക് വിശദാംശങ്ങൾ തട്ടിപ്പുകാർ ചോർത്തിയെടുക്കും. ഫോണിൽ സിം കാർഡ് ഇടുമ്പോൾ എല്ലാ ബാങ്കിംഗ് വിശദാംശങ്ങളും OTPകളും തട്ടിപ്പ് സംഘത്തിന് ലഭിക്കും. ബംഗളൂരുവിൽ ഇത്തരത്തിൽ IT ജീവനക്കാരന് 2.8 കോടി രൂപ നഷ്ടപ്പെട്ടതായി ബാംഗ്ലൂർ പോലീസ് അറിയിച്ചു. സ്വകാര്യ ബാങ്ക് പ്രതിനിധി എന്ന വ്യാജേന എത്തിയ ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മൊബൈൽ ഫോൺ സമ്മാനമായി നൽകി പണം തട്ടുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ശിവകുമാർ ഗുഡാരെ പറഞ്ഞു. ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെന്നും ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളതിനാൽ മൊബൈൽ ഫോൺ സമ്മാനമുണ്ടെന്നും പറഞ്ഞ് മൊബൈൽ ഫോൺ കൈമാറുകയായിരുന്നു. തട്ടിപ്പ് നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ട വിവരം പരാതിക്കാരൻ അറിയുന്നത്. ക്ലോണിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണിലേക്ക് സിം കാർഡ് ഇടുന്നതോടെ ഉപയോക്താവിന് ബാങ്കിൽ നിന്നുള്ള സന്ദേശമോ ഇമെയിലോ ഡിവൈസിൽ ലഭിക്കില്ല. ഫോൺ ക്ലോൺ ചെയ്തതിനാൽ ബാങ്ക് അയച്ച OTPകൾ തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി അറിയുന്നതെന്നും പരാതിക്കാർ പറയുന്നു.